അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 4. ഹിജ്റ വർഷത്തിന് 13 കൊല്ലം മുമ്പ് ക്രിസ്താബ്ദം 610 റമദാൻ മാസത്തിലെ ഒരു പുണ്യദിനത്തിലാണ് ഖുർആൻ അവതരണം ആരംഭിച്ചത്. ഈ ദിവസം ഏതായിരുന്നുവെന്ന് ഖണ്ഡിതമായി പറയുക സാധ്യമല്ല. അന്ന് റമദാൻ 17 ആയിരുന്നുവെന്നാണ് ചില മഹാന്മാർ പറയുന്നത്. അത് ജൂലൈ മാസത്തിലാണെന്നും ഫെബ്രുവരി മാസത്തിലാണെന്നും രണ്ട് പക്ഷമുണ്ട്. അല്ലാഹു അഅലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമ്മി എഴുത്തും വായനയും അറിയാത്ത ആൾ ആയിരുന്നു. അവിടുത്തെ ജനതയും ഉമ്മിയുകൾ തന്നെ. വേദഗ്രന്ഥങ്ങളുമായി അവർക്ക് യാതൊരു പരിചയവുമില്ല. എന്നിരിക്കെ ഖുർആൻ ഒരേ പ്രാവശ്യം ഒന്നായി അവതരിക്കപ്പെടുന്ന പക്ഷം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെയും അത് പല വിഷമങ്ങൾക്കും കാരണമാകുമല്ലോ. ക്രമേണ ആവശ്യവും സന്ദർഭവും അനുസരിച്ച് അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനും കൂടുതൽ സൗകര്യപ്രദമായിരിക്കുന്നതാണ്. പ്രവാചകത്വം സിദ്ധിച്ചതിനു ശേഷം ആദ്യത്തെ 13 കൊല്ലം സ്വദേശമായ മക്കയിലും അനന്തരം 10 കൊല്ലം മദീനയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വസിച്ചിരുന്ന കാലത്താണ് മിക്ക സൂറത്തുകളും അവതരിച്ചിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്തുകൾക്ക് മക്കിയ എന്നും മദീനയിൽ അവതരിച്ച സൂറത്തുകൾക്ക് മദനിയ എന്നും പറയുന്നു. തൗഹീദ്, ഏകദൈവ വിശ്വാസം, പരലോക വിശ്വാസം, മരണാനന്തര ജീവിതം, പ്രവാചകത്വം, ഖുർആന്റെ ആദിയായ മൗലിക സിദ്ധാന്തങ്ങളാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും പ്രതിപാദിക്കപ്പെടുന്നത്. കർമാനുഷ്ഠാനങ്ങൾ, സാമുദായികവും സാമൂഹികവുമായ കടമകൾ മുതലായവയെ സ്പർശിക്കുന്ന മതവിധികൾ മദനി സൂറത്തുകളിലാണ് മിക്കവാറും പ്രതിപാദിക്കപ്പെടുന്നത്. ഈ രണ്ടു വിഭാഗങ്ങൾക്കിടയിൽ ശൈലിയും സ്വരത്തിലും സാമാന്യ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. വിഷയ വ്യത്യാസങ്ങൾക്ക് പുറമെ മക്കയിലും മദീനയിലുമുള്ള ജനങ്ങളുടെ പരിസ്ഥിതികളും അതിന് കാരണമായിരിക്കും. ഖുർആനിലെ 2, 3, 4, 5, 8, 9, 22, 24, 33, 47, 48, 49, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 110 എന്നീ 23 സൂറത്തുകൾ മദനി വിഭാഗത്തിൽപ്പെട്ടവയാകുന്നു. ബാക്കിയെല്ലാം മക്കി സൂറത്തുകളത്രേ. എന്തുകൊണ്ടാണ് ഇവന് ഖുർആൻ ഒട്ടാകെ ഒന്നായി ഇറക്കപ്പെടാതിരുന്നത് എന്ന് മുശ്രിക്കുകൾ ആക്ഷേപിച്ചതിന് അള്ളാഹു മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: അതെ, അങ്ങനെ പല പ്രാവശ്യമായി തന്നെയാണ് അവതരിക്കുന്നത്. നിന്റെ നബിയുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുവാൻ വേണ്ടിയാണത്. ശരിക്ക് എന്ന സാവകാശം, അനുക്രമം അതിനെ നാം ഓതിത്തരികയാണ്. സൂറത്ത് ഫുർഖാൻ 32-ാം ആയത്ത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാകുന്നു: സാവധാനത്തിലായി ജനങ്ങൾക്ക് നീ ഓതിക്കൊടുക്കുവാൻ വേണ്ടി ഖുർആനെ നാം ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുകയാണ്. ബനു ഇസ്രായേൽ 106.